കല്യാണം കൊണ്ട് ഏറ്റവും ഗുണമുണ്ടായിരിക്കണം എന്റെ കരിയറിനാണ്. ലക്ഷ്മി, ആ തേങ്ങ ഇട്ട് കഴിഞ്ഞോ? ആ 4 മണിക്ക് മുമ്പേ തീർന്നു. ദാ കൂട്ടിയിട്ടിരിക്കുന്നു. കായ്ഫലം കുറവാ, കൊറേ പേടും ഉണ്ടായിരുന്നു. അപ്പൊ മണ്ണും ചതിക്കും. തുടങ്ങാണോ? അപ്പൊ ഞാൻ പറഞ്ഞു വന്ന കാര്യം, ഈ കല്യാണം കൊണ്ട് ഏറ്റവും അധികം ഗുണം എന്റെ ജോലിക്കാ. ചിലരൊക്കെ കാരണം എന്റെ 7-8 വർഷമാണ് നഷ്ടമായത്. അതുകൊണ്ട് തോറ്റു കൊടുക്കാൻ ഞാൻ തയ്യാറല്ല. ഈ കല്യാണം വഴി 3-4 വർഷം കൊണ്ട് കിട്ടേണ്ട പ്രമോഷൻ ഞാൻ വെറും 3-4 മാസം കൊണ്ട് നേടിയെടുക്കും. പിന്നെ നിങ്ങൾക്കൊക്കെ ഒരു ധാരണയുണ്ട്, ഞാനൊരു എടുത്തുകാട്ടക്കാരനും പക്വതയില്ലാത്തവനുമാണെന്ന്. എന്റെ ബുദ്ധിപരമായ നീക്കങ്ങളൊക്കെ ഇനി നിങ്ങൾ കാണാൻ തുടങ്ങുന്നേ ഉള്ളൂ. തേങ്ങ പത്തരച്ചാലും താളല്ലേ കറി. നിങ്ങളുടെ മോനെ ഞാനുണ്ടല്ലോ പറഞ്ഞോണ്ട് മാത്രം വെറുതെ വിടുക. അപ്പൊ മുത്തശ്ശി, 1 മാസത്തിനുള്ളിൽ വെറും C ലെവൽ എംപ്ലോയി ആയ എനിക്ക് B ലെവൽ എംപ്ലോയി ആയിട്ട് പ്രൊമോഷൻ കിട്ടും. പിന്നെ 1 വർഷത്തെ ട്രെയിനിങ് പീരീഡ്. അത് കഴിഞ്ഞ അവരെന്നെ എങ്ങോട്ട് അയക്കുന്നതെന്ന് അറിയോ? യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക. എന്നൊക്കെ പറഞ്ഞൊരു വരുവാനിങ്ങോട് വരും. എന്തിനാന്നോ? ഈ നരകത്തിന്ന് നിങ്ങളെ രക്ഷിക്കാൻ. നിങ്ങൾ 2 പേരെ ഞാൻ അമേരിക്കക്ക് കൊണ്ടുപോകും. അവിടെ സ്വർഗമല്ലേ, നമ്മൾ അവിടെ ഇങ്ങനെ സൂയിച്ച് ജീവിക്കും. ഡോക്ടറെ കാണിക്കണമെന്നല്ല, മൂത്തശ്ശയാവും. തൂറാത്തവൻ തൂറുമ്പം തീട്ടം കൊണ്ട് ആറാട്ട്. അയ്യേ, എന്തൊരു വൃത്തിയുടെ ലാംഗ്വേജ് അത്, കൺട്രിമാൻ. അയ്യേ, ഒരു അച്ഛനാണ് പറഞ്ഞത്. ഈ വായുണ്ടല്ലോ അങ്ങനെ ഭക്ഷണം കഴിക്കണത്. ടു ബാഡ് കൺട്രി പീപ്പിൾ. யார் சார் அடிச்சா? ஏன் இப்படி கீழே விழுந்து கிடக்குறேன்? என்ன வெறுப்பேற்றியா நீ? அவனை என்ன அடிச்ச? என்ன சார், மூக்குல ரத்தம். யாருங்க இவர் இப்படி போட்டு அடிக்கிறது? அச்சச்சோ. சார், நானே பெரிய நடிகன், என்கிட்ட நடிச்சு காட்டிய உனக்கு தைரியம் இருந்தா என்ன சொல்றாரு? என்ன சொல்றா? பெருமாள் சத்தியமா அந்த 5 கொலையும் என்ன தப்பு பண்ணதே நான் தான். எனக்கு வெளியில போக விடுங்க. அம்பிய வெளியே போக விடுறா. என்றேடா, எம்ஜிஆரை பார்த்திருக்கேன், சிவாஜியை பார்த்திருக்கேன், ரஜினியை பார்த்திருக்கேன், கமலை பார்த்திருக்கேன். உன்ன மாதிரி ஒரு நடிகரை பார்த்ததே இல்லடா. I'm starving. എനിക്കെന്തോ കഴിക്കണം. ഇഡ്ലി, ദോശ, ചമ്മന്തി, സാമ്പാർ, ചിക്കൻ, മട്ടൻ, കട്ടൻ, ഫിഷ് ഫ്രൈ, ഫിഷ് മോളി, ഫിഷ് റോസ്റ്റ്, മട്ടൻ ബിരിയാണി, ചിക്കൻ ബിരിയാണി, എഗ് ബിരിയാണി, വെജ് ബിരിയാണി, കരിമീൻ, നെയ്മീൻ, പൂമീൻ, നെയ്മീൻ, ചാളക്കറി, അയലക്കറി, ബീഫ്, പൊറോട്ട, ചപ്പാത്തി, മസാല വെച്ച് നിരത്തി, വട, പത്തിരി, ഉണ്ടമ്പര്, സവാളോടെ സുഖയിൽ മേൽപ്പറഞ്ഞ കടികളൊന്നും ഇവിടെ ഇല്ല. മെനു ഉണ്ടോ? ഇല്ല, അങ്ങനെയുള്ള ചീപ്പ് ഐറ്റംസ് ഒന്നും നമ്മൾ ഉണ്ടാക്കാറില്ലെന്നേ. അല്ല, മനുഷ്യന് കഴിക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഉണ്ടോ? അപ്പം, മുട്ടക്കറിയുണ്ട്, പുട്ടും കടലുണ്ട്. ആകെ ഈ 2 സാധനങ്ങളുള്ളോ? പിന്നെ അപ്പം, കടലുണ്ട്, പുട്ടും മുട്ടക്കറിയുണ്ട്. എനിക്ക് പുട്ടും കടലേ മതി. ചേച്ചിക്ക് എന്താ വേണ്ടത്? The other one. അതൊന്നും ബണ്ണൊന്നും ഇടില്ല. മറ്റേ അപ്പം മുട്ടക്കറി. Yeah, that one. അവിടെ ഗ്ലാസ് കൊടുത്തേ. കടിയില്ലാന്ന് പറഞ്ഞിട്ട് നന്നേ മാന്തണ്ടല്ലോ. Oh, disgusting. എന്താ ഇത്? അപ്പം, മുട്ടക്കറിയും, പുട്ടും കടലയും. ആ, അത് മനസ്സിലായി. ഈച്ചയൊക്കെ വന്നിരുന്ന ഭക്ഷണമാണ് ഇവിടുത്തെ ആൾക്കാർക്ക് വിളമ്പുന്നേ. ഇത് ഞാൻ വളർത്തുന്ന ഈച്ചയൊന്നുമല്ല. അതുകൊണ്ട് തന്നെ അയ്യോ ഈച്ച ഇവിടെ വരില്ലെന്ന് പറഞ്ഞ ഈച്ച അനുസരിക്കാനും പോലില്ല. ഇവിടെയുള്ള എല്ലാവരും ഇതൊക്കെ കഴിക്കുന്നേ. ഇവിടെ ഇങ്ങനെയൊക്കെ കിട്ടുള്ളൂ. അങ്ങനെ പറഞ്ഞു കൊടുക്കും സാറേ. Show me your hands. എന്താണ്? തന്റെ കൈയൊന്ന് കാണിക്കാൻ. എന്താ കുഴപ്പം? നല്ല സൂപ്പർ കൈയാണല്ലോ. ചേച്ചി കൈ നോക്കാൻ അറിയാമോ? ഈ കൈ കൊണ്ടാണോ താൻ ഇവിടുത്തെ സാധനങ്ങൾ എടുത്തുകൊണ്ടേ വെക്കുന്നേ? നഖം ക്ലീൻ ചെയ്തൂടെ? പിന്നെ എനിക്കിവിടെ തൂറാൻ പോലും സമയം കിട്ടല്ലോ. അതിനിടക്കല്ലേ കൈയുടെ നഖം വെട്ടാൻ പോണം. എനിക്ക് തന്റെ ഭക്ഷണം വേണ്ട. 5-8 ദിവസം ഞാൻ കുളിക്കാത്തതിന് ആർക്കും ഒരു പരാതിയില്ല. ഇപ്പൊ നഖം വെട്ടാത്തതിന്റെ പ്രശ്നം. ആര് കഴിക്കാറിട്ട് ഇത് കഴിക്ക്. രാവിലെ കുറ്റിമുറിച്ച് ഓരോന്നിങ്ങ് വന്നോളും മനുഷ്യനെ മെക്കെടുത്താനായിട്ട്. ഹലോ, അതെ, ഗാനഭൂഷൺ
ഗാനഭൂഷണം സതീഷ് കൊച്ചിൻ സ്പീക്കിംഗ്. മറ്റവനില്ലേ, അവനെ വിളിക്ക്. മറ്റവനെയും മറിച്ചവനെയും ഒന്നും വിളിക്കാൻ പറ്റില്ല. അതെ, കൊച്ചിൻ പ്രദേശിലെ ഒരു ബ്രദറാ ഞാനും. എന്ത് കാര്യം ഉണ്ടെങ്കിലും എന്നോട് പറഞ്ഞാൽ മതി. എന്നാ പറയാം. പറയൂ. എടാ പന്ന കഴിവുകളുടെ മോനെ, നിന്നെയൊക്കെ ഉണ്ടല്ലോ തല്ലി കൈയും കാലും ഒടിച്ചു. ഇതായിരുന്ന കാര്യം. അതെ, ഞാൻ മറ്റവനെ വിളിക്കാം. ഗിരീഷ് കൊച്ചിൻ, ഒരു ഫോണുണ്ട്. ആരടാ? നിന്റെ ഏതോ ആരാധകനാണെന്നാ തോന്നുന്നേ. ഈ ആരാധകരുടെ ഓരോ ശല്യം. ഇവിടെ നമ്മൾ രണ്ടുപേരും ഒരുമിച്ചല്ലേ കഥ പറയുന്നത്? അതെ. എന്നിട്ട് എനിക്ക് മാത്രം എത്രയധികം ആരാധകര്? ഞാനും അത് ആലോചിക്കുന്നത്. ഞാൻ വേണേ കുറച്ചുപേരെ നിനക്ക് തരാം. എനിക്ക് വേണ്ട, നീ തന്നെ മൊത്തമായിട്ടും എടുത്തോ. എന്തേ? അവരവരുടെ സാധനങ്ങൾ അവരവരെ തന്നെ സൂക്ഷിക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ ചിലപ്പോ ചില ചുവന്ന ബനിയനിട്ട് തെണ്ടികൾ ബിൽക്രീം എടുത്ത് തേക്കും. യെസ്, ഗാനഭൂഷണം ഗിരീഷ് കൊച്ചിൻ സ്പീക്കിംഗ്. കള്ള കഴിവേറി. ഹലോ, ഞാൻ സോമന, കലാക്ഷേത്ര കൺവീനർ. ചേട്ടനായിരുന്നോ? ഞാൻ വിചാരിച്ച ചേട്ടനല്ലെന്ന്. മതിയുടെ പറഞ്ഞത്. അഡ്വാൻസ് എന്ന കാശുമായിട്ട് എത്രയും പെട്ടെന്ന് നീ ഇവിടെ എത്തണം. മനസ്സിലായോടാ ചെറ്റേ? ചേട്ടാ, ചേട്ടൻ നല്ല ബെസ്റ്റ് ആരാധകനല്ലേ? ആരായിരുന്നു അത്? അടുത്ത ആഴ്ച നമ്മുടെ പരിപാടി ബുക്ക് ചെയ്തിട്ടുള്ള കമ്മിറ്റിക്കാരാ. അതെ. എന്താ അയാൾ പറഞ്ഞത്? ഒന്നി കഴിവറുടെ മോനെ അടിച്ചതിന്റെ കണ്ണിയങ്ങളെയും എന്നാ അയാൾ പറഞ്ഞത്. എത്രയും പെട്ടെന്ന് അഡ്വാൻസ് ആയിട്ട് അങ്ങോട്ട് ചെല്ലാൻ. എന്നാ വേഗം ചെല്ല്. നീയും വാ. അയ്യോ, ഞാനിപ്പോ ഒന്നും ശരിയാവില്ല. നമ്മുടെ സുമതിയില്ലേ, അവൾ എന്നെ രാവിലെ ഒക്കെ ഒന്ന് ചിരിച്ചു. കുറച്ച് കഴിഞ്ഞൊന്ന് മുട്ടി നോക്കണം, ചിലപ്പോ വീഴാൻ സാധ്യതയുണ്ട്. പൗഡർ ഇടാതെ മുട്ടിയാ മതി, കരിമുട്ടി. ടോം ആൻഡ് ജെറി ഉണ്ടോ? ടോമും ജെറിയും പുറത്തു പോയിരിക്കാണല്ലോ. മിസ്റ്റർ അബു. യെസ്, ഐ ആം കമ്മിങ്. അവരാരാടാ കൊണ്ടുപോയത്? ആ പുന്നൂരാന്റെ വീട്ടിലെ പഠിച്ച മേഡം. ഓ, മിസ്സസ് പുന്നൂരാന്റെ വീട്ടിലാ. ഇന്ന് തന്നെ ഞാൻ അവരെ ഇവിടെ വിളിച്ചോണ്ട് നിർത്താം. ഒരു 7 മണിക്ക് വന്നാ ടോമിനെയും ജെറിയെയും കൂട്ടിക്കൊണ്ടുപോവാ. അല്ലേ? വേറെ ഏത് കാത്തിട്ടുണ്ട്? എങ്ങനെ ഉണ്ടാച്ചാനെ? അയൽവാസി, ഒരു ദരിദ്രവാസി. ടി ബാലഗോപാലൻ എമ്മേ. അരപ്പട്ടേട്ടി ഗ്രാമത്തിൽ അവളല്പം വൈകിപ്പോയി. ആദ്യ രാത്രിക്ക് മുമ്പ് നക്ഷത്രങ്ങൾ മണിച്ചപ്പ് തുറന്നപ്പോ സൗന്ദര്യപ്പിണക്കം. ഇഷ്ടമാണ്, പക്ഷേ പോസ്റ്റ്മാനെ കാണാനില്ല. കണ്ടവരുണ്ടോ? അന്വേഷിച്ചു, കണ്ടെത്തിയില്ല. സുനിൽ വയസ്സ് 20. അതോ ലോകം മുത്താരം കുന്ന് പീവോ. തമ്മിൽ ഒന്നും മിണ്ടാത്ത ഭാര്യ. വ്യാമോഹം. അച്ചുവേട്ടന്റെ വീട്. വിൽക്കാനുള്ള സ്വപ്നങ്ങൾ. കാണാൻ മറയത്ത് അവളുടെ രാവുകൾ. ഒടുവിൽ കിട്ടിയ വാർത്ത 6ാം വാർഡിൽ ആഭ്യന്തര കലകം. എല്ലാം ന്യൂ അറൈവൽസ് ആണ്. ജാക്കിന്റെ കാത്തിട്ടുണ്ടോ? ജാക്കി അച്ചായം കരാട്ടെ കാണിച്ച് ടേപ്പ് എല്ലാം പൊട്ടിയിരിക്കുക. പുതിയതിന് ഓർഡർ കൊടുത്തിട്ടുണ്ട്. വരട്ടെ, തരാം. ഞങ്ങൾ 7 മണിക്ക് വരാം. ടോം ആൻഡ് ജെറി എടുത്തു വെച്ചേക്കണം. ഓക്കേ. ഇന്നിപ്പോ എത്ര മണിക്ക് അടയ്ക്കും? ഇന്നെന്താ പതിവില്ലാത്തൊരു ചോദ്യം? അതുപോലെ കൃത്യം 9 മണിക്ക്. ഒരു 200 രൂപയും തന്നെ എന്നെ വെച്ചിട്ട് നേരത്തെ വിട്ടേക്കണം. എന്നാത്തിനാ? പാന്റ് തയ്ക്കാൻ കൊടുത്തിട്ടുണ്ട്, അത് മേടിക്കണം. നിനക്ക് പാന്റ് തയ്ക്കുന്നതിന് എന്റെ കാശോ? വെറുതെ വേണ്ട, ശമ്പളത്തിന് പിടിച്ചോ. ശമ്പളത്തിന് ഇരിക്കുന്ന പിടി എന്നെ. പാന്റ് ഇട്ടാലും മതി. കസ്റ്റമേഴ്സ് തുടങ്ങും കാസറ്റ് എടുക്കാൻ. റെസ്പെക്ട്. കമിൻ പ്ലീസ്. വരൂ. കാസറ്റുകളെല്ലാം നന്നായിട്ട് ഓടിയില്ലേ? ട്രബിളൊന്നും ഇല്ലല്ലോ? ഇല്ല. ആ മാഡം, പഴയ സിനിമയുടെ പുതിയ കാസറ്റ് വന്നിട്ടുണ്ട്. ഓൾഡ് ഈസ് ഗോൾഡ് എന്നല്ലേ? ഒരു 1/2 ഡസൻ എടുക്കട്ടെ? ഒക്കെ തല്ലിപ്പൊളി പടമായിരിക്കും. അയ്യോ അല്ല, എല്ലാം നല്ല സ്റ്റോറിയുള്ള കഥകളാ. എന്താണെന്ന് വെച്ചാ പറഞ്ഞു കൊടുക്കാം. സന്ധ്യ മയങ്ങും നേരം ആരോരും അറിയാതെ 2 പെൺകുട്ടികൾ നോക്കത്താ ദൂരത്തെ കണ്ണും നട്ട് ഒരു നോക്ക് കാണാൻ ഒന്നിങ്ങി വന്നെങ്കിൽ ചക്കരയുമ്പ. എന്റെ മോഹങ്ങൾ പൂവണിഞ്ഞ് കള്ളൻ പഴുത്താൻ. ചാണ്ടിക്കുഞ്ഞിന്റെ സ്റ്റെപ്പിനി ആള് മോശമല്ലല്ലോ. താങ്ക് യു ഫോർ ദ കംപ്ലൈന്റ്. ഇംഗ്ലീഷ് പറയരുത്, പ്രത്യേകിച്ച് സ്ത്രീകളുടെ മുമ്പിൽ വെച്ച്. നീ ഇതൊന്ന് തെളിയിക്കാൻ എന്താ വഴി? ഒരു വഴിയുണ്ട്. ഏയ്, ഗർഭം ഉണ്ടാകാൻ വഴിയില്ല. എന്റെ ദൈവമേ, ഡെയ്സിക്ക് ഗർഭം. വെറുതെ കളിക്ക് തുടങ്ങിയ ബന്ധമാണ് ചേട്ടാ. എനിക്ക് കളിച്ച് ഗർഭം ഉണ്ടാക്കാനാണോടാ എന്റെ ഭാര്യ? അവളുടെ കാര്യം നോക്കണ്ട, നമുക്ക് നമ്മുടെ മാനം രക്ഷിച്ചാ മതി. അപ്പൊ എനിക്ക് മാനമില്ലടാ ദുഷ്ട. എന്തായാലും കുഴപ്പമായി. ഇനി എനിക്ക് എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് ഊരിയാ മതി. ഇതിൽ നിന്ന് നീ എങ്ങനെ വേഗം ഊരാന്ന് വിചാരിക്കണ്ട. നിന്നെ ഊരിക്കത്തില്ലടാ തിണ്ടി. നീ ഊരുന്നൊന്ന് കാണട്ടാ. ഇങ്ങനെ ടെസ്റ്റ് നടത്തി അറിയാല്ലേ? ഏയ്, ഒരാൾക്കും അറിയില്ല. ഡെയ്സിക്ക് മാത്രമേ അറിയൂ. അവൾ എന്റെ അടുത്തുണ്ട്. ഇല്ലില്ല, അവൾ ആരോടും പറയില്ല. നമുക്ക് വിശ്വസിക്കാം. ഇങ്ങനെ ഒരു അബദ്ധത്തിൽ ചെന്ന് ചാടുമെന്ന് വിചാരിച്ചില്ല. ശരി, ഞാൻ വെക്കട്ടെ. ഇത്രയും വെച്ചത് പോരാടാ, ഇനിയും വെക്കണോ?
എന്താ ഹോബീസ്? ഐ മീൻ ഒഴിവ് സമയങ്ങളൊക്കെ ചിലവഴിക്കുന്നു? ഒഴിവ് സമയം കിട്ടാറില്ല. വസു, തോറ്റ് തുന്നമാടി വന്നിരിക്കുന്നു നിന്റെ മോൻ. അവനെന്തെങ്കിലും തിന്നാൻ കൊടുക്ക്. എന്തെങ്കിലും പോരാ, സ്വപ്പ കനമായിട്ട് തന്നെ വേണം. നാളെ പോയി കുളിച്ചേച്ച് വരാൻ. അമ്മയുടെ പിണ്ണതയിലെ എവിടെ ഇരിക്കുന്നേ? അമ്മയുടെ കലങ്ങിയില്ല. നല്ലോണം കലക്കി ഒരു ഗ്ലാസ് കൂടെ തരട്ടെ മോനെ. ഇപ്പൊ വേണ്ട, 2 കിലോ നിറച്ചിട്ട് മതി. ചത്ത കിളിക്ക് എന്തിനാടാ കൂട്? എടാ നീ അറിഞ്ഞ എന്നാ അടുക്കളയിൽ തിരിച്ചടാ. അവിടെയൊക്കെ ഇടിച്ച്. പിള്ളേര് കണി കാണിച്ചെന്നറിഞ്ഞ് എന്താ കാണിച്ചത്? വാ കാണിച്ചു തരാം. ഓ, അപ്പൊ കൊണ്ടുവന്നിട്ടുണ്ടോ? അതിന് വലിയ ഭാരമൊന്നും ഇല്ലല്ലോ. പറഞ്ഞതൊക്കെ സത്യ. പക്ഷെ ഇപ്പോ ഈ ഭൂമിയിലുള്ള മറ്റൊന്നിനു വേണ്ടിയും മാധവൻ നിന്നെ ഉപേക്ഷിക്കാൻ തയ്യാറല്ല. പെട്ടെന്ന് വിസ ശരിയാണെങ്കിൽ അമേരിക്ക പോണ്ടേ? അമേരിക്ക 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 അമേരിക്ക. കണ്ടോ കണ്ടോ, ഷൂസ് ഒക്കെ ഇവിടെയാ വെക്ക. എല്ലാത്തിനും നിന്റെ കൂടെ ഒരാൾ വേണം, എന്നാലേ ശരിയാവൂ. അമേരിക്കയിൽ ചെന്നാൽ നിന്റെ ഭക്ഷണവും മറ്റു കാര്യങ്ങളൊക്കെ ആലോചിക്കുമ്പോഴാണ് എനിക്ക് വിഷമം. അതിനൊക്കെ അവിടെ ആരെങ്കിലും ഒക്കെ കാണും. എന്നാലും നിന്റെ ഇഷ്ടാനിഷ്ടങ്ങൾ അറിയുന്ന ഒരാളെ അവിടെ കിട്ടില്ലല്ലോ. പാമ്പിനെ തിന്നുന്ന നാട്ടിൽ ചെന്നാൽ നടു കഷ്ണം കഴിക്കണം, അത്രേ ഞാൻ കണക്കാക്കിയിട്ടുള്ളൂ. വേണമെങ്കിൽ ഞാനും കൂടെ വരാൻ കേട്ടാ. വേണ്ട, നീ നിർബന്ധിച്ച കമ്മീഷണർ സമ്മതിക്കും. എങ്ങനെ? നീ നിർബന്ധിച്ച കമ്മീഷണർ സമ്മതിക്കും? ഇല്ല, ഞാൻ നിർബന്ധിക്കില്ല. അല്ല, ഈ അമേരിക്കയിൽ പോവാന്നൊക്കെ പറയുന്നത് മനുഷ്യ ജീവിതത്തിൽ ആകെ കിട്ടുന്ന ഒരു ചാൻസ് ആണ്. അതുകൊണ്ടാണല്ലോ ഞാൻ പോകുന്നത്. അതുകൊണ്ടാണ്. നീ പറയുകയാണെങ്കിൽ ഡിപ്പാർട്ട്മെന്റ് സമ്മതിക്കും. വിജയ, നിനക്ക് അഹങ്കാരം വളരെ കൂടുതലാണ്. അയ്യോ, ഞാൻ ഒരു പാവല്ല. അല്ല, ഒരു കീഴുദ്യോഗസ്ഥൻ മേലുദ്യോഗസ്ഥനോട് പെരുമാറുന്ന പോലല്ല നീ എന്നോട് പെരുമാറുന്നത്. ഞാൻ നിന്നെ വല്ലപ്പോഴും ഒന്ന് കോൺസ്റ്റബിൾ എന്ന് വിളിച്ചാൽ നിനക്ക് വലിയൊരു ഇത്. ഇനി നീ എന്നെ പട്ടി എന്ന് വിളിച്ചാലും ഞാൻ മറുത്തൊരു അക്ഷരം ഉണ്ടില്ല. ഇല്ലേ? ഇല്ല. എടാ പട്ടി, എന്തോ എടാ പട്ടി, എത്ര തവണ വേണേലും വിളിച്ചോ. ഇനിയിപ്പോ അവിടെ ചെന്നാല് കാലത്ത് നിന്റെ എല്ലാ തുണികളും എടുത്തുകൊണ്ടേ ഞാൻ വാഷ് ചെയ്യും. നിനക്ക് ബെഡ് കാഫി തരും, പിന്നെ ലഞ്ച്, ഡിന്നർ. ഇനി നീ എന്നെ ഇപ്പൊ തല്ലിയാ പോലും ഞാൻ മറുത്തൊരു അക്ഷരം ഉണ്ടില്ല. അല്ലേ? തല്ലിക്കോ, ഇനിയും തല്ലിക്കോ, എങ്ങനെയെങ്കിലും. പക്ഷെ നിന്നോടുള്ള എന്റെ പെരുമാറ്റം വളരെ വളരെ മൃഗീയമായിരിക്കും. ഞാൻ നിന്റെ മുഖത്ത് കാറി തുപ്പും, ചെരുപ്പൂരി അടിക്കും, അഴുക്ക് ചാലിപ്പിടിച്ച് തള്ളും. അത്രയല്ലേ ഉള്ളൂ, ഞാൻ സഹിക്കും. കമ്മീഷൻ സമ്മതിക്കുമോ എന്തോ? നീ വാശി പിടിച്ച അങ്ങനെ സമ്മതിക്കും. പ്ലീസ് പ്ലീസ്. ഞാൻ നോക്കാം. അയ്യോ, സംസാരിച്ച് നേരം പോയത് അറിഞ്ഞില്ല. മീനവിയൽ എന്തായോ എന്തോ. എന്തോ